ആദ്യാസ് വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതലും പ്രവാസികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട്, ഇത്രയും നാൾ ആർട്ട്, ക്രാഫ്റ്റ്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുക്കിങ്ങിലോട്ടാണ് പോകുന്നത്. അത് ചെയ്യാനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. പുറത്തേക്ക് അധികം പോവാറില്ല. അപ്പോൾ ഓൺലൈൻ വഴി കുറച്ച് പച്ചമുളക് ഓർഡർ ചെയ്തപ്പോൾ കയ്യിൽ കുറച്ച് ഒരു 250 ഗ്രാമേ ഓർഡർ ചെയ്തുള്ളൂ. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ അതൊരു 1.5 കിലോ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. ഇത് വെച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പ്ലാൻ ചെയ്തു, എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ്ങിലെത്തിയത്. അപ്പോൾ ഈ അച്ചാർ പച്ചമുളക് വെച്ചിട്ട് എങ്ങനെ, എനിക്ക് ഇതൊരു പുതിയൊരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അല്ലാണ്ട് പച്ചമുളക് അച്ചാർ ഇതുവരെ കഴിച്ചിട്ടുമില്ല ഞാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ഹായ്. അപ്പോൾ ആദ്യാസ് വ്ളോഗിലേക്ക് നമ്മളിന്ന് കുക്കിംഗ് സെഷനാണ്. അപ്പോൾ കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വ്ളോഗിൽ എന്താ കുക്കിങ്ങിൻ്റെ ഒന്നും ഇടാത്തത് എന്തെന്ന്. അപ്പോൾ അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണിത്. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗിൽ കുക്കിങ്ങും ചെയ്യുന്നതായിരിക്കും എന്നിവിടെ അറിയിച്ചോളുന്നു. അപ്പോൾ ഉദ്ഘാടനം എന്തായാലും കുറച്ച് ഹോട്ടായിക്കോട്ടെ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഐറ്റം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്നുള്ളത് അവന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് നോക്കാം. ആദ്യം പച്ചമുളക് വേണം. പിന്നെ നമുക്ക് കുറച്ച്, ഞാനിപ്പോൾ ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്ത്, പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, എല്ലാം നീളത്തിലരിഞ്ഞാണ്. പിന്നെ കടുക്, പിന്നെ മഞ്ഞളെടുത്തു. പിന്നെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണിത്. ഇപ്പോൾ ഓൾറെഡി മുളകിന് കുറച്ച് എരിവുള്ളതുകൊണ്ട് കാശ്മീരി ചില്ലി, എരിവില്ലാത്ത മുളക് മതി. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി എടുക്കാം. ഉലുവ ടേസ്റ്റ് മേക്കറാണ്, അറിയാലോ. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വിനെഗർ. പിന്നെ നമ്മൾ ഇതിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം അച്ചാറിൽ ഓയിലായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ കുറച്ച് വെള്ളം വേണം. പിന്നെ കായം. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഞാൻ അങ്ങനെ ചില്ലി പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പാനിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 250 പച്ചമുളകായിരിക്കും ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളം, അധികം പച്ചമുളക് കുറേ ഉണ്ട് ഇനിയും ബാക്കി. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ. എങ്ങനെ കുറച്ചുകൂടി ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാമല്ലോ. ഒത്തിരി ഒരുമിച്ചുണ്ടാക്കുന്നതിലും കുറച്ച് ഉണ്ടാക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞാണ്. അപ്പോൾ അതിൽ ഞാൻ വെള്ളം എടുത്ത് വെള്ളത്തിൽ ഉപ്പിട്ടു. ഉപ്പ് കുറച്ച് നന്നായിട്ട് ഇട്ടു, കാരണം നല്ല കുറച്ച് എരിവുണ്ടല്ലോ പച്ചമുളകിന്. അപ്പോൾ ഉപ്പിരുന്നോട്ടെ, അച്ചാറിന് ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഒരു 2 സ്പൂണ് ഉപ്പിട്ടു. അപ്പോൾ ഈ ഇതിൽ 1 കപ്പ് വെള്ളത്തിൽ ഞാനിപ്പം 3 സ്പൂൺ വിനെഗറാണ് ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് തിളയ്ക്കുക. ഇത് തിളച്ച ശേഷം നമ്മൾ ഇതിൽ പച്ചമുളക് ഇടുക. പച്ചമുളകിൻ്റെ ഇത് കൊളുന്തൊക്കെ എടുത്ത് മാറ്റിയതായിരിക്കണം, കഴുകി നല്ല ക്ലീൻ ചെയ്ത് പച്ചമുളക് ഇതിലിടുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ അതങ്ങനെ ഒരടുപ്പത്ത് വെച്ചിട്ട് അത് അടുത്ത ഭാഗത്ത് നമ്മളൊരു വേറൊരു പാൻ എടുത്ത് അതിൽ ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമ്മൾ എണ്ണ ഒഴിക്കാം ഇതിൽ. പിന്നെ കടുക് ഇടുക. കടുകിട്ട ശേഷം വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഒരിത്തിരി കളറ് ചേഞ്ച് ആവുന്നവരെ, അതായത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ടേസ്റ്റ് ആവും, അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ കരിയുന്നത് ഇച്ചിരി കളറ് മാറുന്ന ആ ടൈമിൽ നമ്മളിതിൽ മഞ്ഞൾ, നമ്മൾ പൊടികളിടുക. മഞ്ഞൾ, മുളക് പൊടി, ആ പൊടികളൊക്കെ ഇട്ടൊന്ന് ഇളക്കുക. കായവും ആഡ് ചെയ്യണം. ഇതിൽ കായം ആഡ് ചെയ്യാം.
അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ പച്ചമുളകുള്ള വെള്ളമൊക്കെ വറ്റി ഈ ഉപ്പൊക്കെ ഇതിലിങ്ങനെ നല്ലോണം പറ്റി വരും. അതുവരെയാണിത് അടുപ്പിൽ വെക്കേണ്ടത്. കംപ്ലീറ്റ് വറ്റാണ്, ഇച്ചിരി കൂടെ വറ്റാനുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ശരിയായി. ഇതിൽ നമ്മൾ മുളകും മഞ്ഞളൊക്കെ ഇട്ടല്ലോ, അതിൻ്റെ ഒരു മണം മാറിയ ശേഷം ഒന്ന് വറവായ ശേഷം നമ്മളതിൽ കറിവേപ്പില ഇടുക. ഇനി ഇതിൽ ആണ് നമ്മൾ ഈത്തപ്പഴം ഇടുക. ഈത്തപ്പഴം ഇട്ട് ഒന്ന് നന്നായി കുറച്ച് ഇളക്കുക. ഇതിലൊരു 7 ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കുരുകളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ മുളക് ഈ ഒരു പരുവാവും, അതായത് ഉപ്പൊക്കെ അതിൽ നല്ലോണം പറ്റി കിടക്കും. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ ഈ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുക. ഈ പച്ചമുളകെല്ലാം നമ്മൾ ഈ വെളുത്തുള്ളി, മുളക്, മഞ്ഞൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ മസാല, അതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൽ കുറച്ച് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഈത്തപ്പഴം ഒന്ന് വേവണം, ഈത്തപ്പഴം ഒന്ന് അടിയുന്ന വരെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 സ്പൂൺ വിനെഗർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ഈ തവി വെച്ചൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാവും ഈത്തപ്പഴം വെന്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ് ഇതിൽ. ഈ ഒരു സമയത്ത് നമുക്ക് ഉലുവപ്പൊടിയും കൂടി ഇടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചമുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല യമ്മി, നല്ല സൂപ്പറായിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കൂട്ടാൻ. അപ്പോൾ നല്ല പിളപിള, നല്ല ഷൈനി ആയിട്ടുള്ള റെഡ് കളറായിട്ടുള്ള നല്ല ചില്ലി പിക്കിൾ റെഡി. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് സെഷൻ കൊള്ളാമെന്ന് തോന്നുന്നു. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.